ഹായ് വെൽക്കം ബാക്ക് ടു മാസ് ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് PCOS 183 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ 2024 ജൂണിലുള്ള ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പർ സോൾവ്ഡ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വാരിയസ് ഇൻഫർമേഷൻ സിസ്റ്റം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ ബിസിനസ്. അപ്പം ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയാനും അതിൻ്റെ പലതരത്തിലുള്ള ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ എക്സ്പ്ലെയിൻ ദ വാരിയസ് ഇൻഫർമേഷൻ സിസ്റ്റം, പലതരത്തിലുള്ള ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൻ്റെ ഇമ്പോർട്ടൻസും ബിസിനസ്സിൽ എന്താണ് ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്തെന്നാണെന്നതിനെ കുറിച്ചൊരു ചെറിയൊരു പാരാഗ്രാഫ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക. എന്താണ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? ഒരു ഓർഗനൈസേഷനിൽ തീരുമാനം എടുക്കുന്നതിനും സമന്വയിക്കുന്നതിനും നിയന്ത്രണം നടത്തുന്നതിനും അതുപോലെ അനലൈസ് ചെയ്യാനും വിഷ്വലൈസേഷൻ തുടങ്ങിയവക്ക് പിന്തുണ നൽകുന്നതിനായി വിവരങ്ങൾ ശേഖരിക്കുകയും പ്രക്രിയപ്പെടുത്തുകയും സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റങ്ങളെയാണ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ചൊരു ചെറിയ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊരു പാരാഗ്രാഫ് എഴുതുക. അതിനുശേഷം വാരിയസ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം. ഫസ്റ്റ് വൺ, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ DBMS. DBMSനെ കുറിച്ച് എഴുതുക. DBMS എന്ന് പറഞ്ഞാൽ ഇസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് യൂസ്ഡ് ടു സ്റ്റോർ, മാനേജ് ആൻഡ് മാനിപ്പുലേറ്റ് ഡാറ്റ ഇൻ സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ എന്താണ് ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. DBMS എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. അതിൽ ഉപയോഗിക്കുന്നു സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതിനും മാനേജ് ചെയ്യുന്നതിനും അതിൽ കൈകാര്യം ചെയ്യുന്നതിനെയാണ് DBMS എന്ന് പറയുന്നത്. ഇറ്റ് എൻഷുർ ദാറ്റ് ഡാറ്റ ഈസ് സ്റ്റോർഡ് സെക്യൂർലി. ഇത് ഉറപ്പ് വരുത്തുന്നു ഡാറ്റാസ് സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് ഈസിലി ആക്സസിബിൾ. ഇത് കൺസിസ്റ്റൻ്റ് ആണെന്നും അത് പെട്ടെന്ന് തന്നെ യൂസേഴ്സിന് ആവശ്യാനുസരണം ആക്സസിബിൾ ആണെന്നും ഉറപ്പ് വരുത്തുന്നു. അപ്പം DBMS ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ദ ഇഷ്യൂസ് ലൈക്ക് ഡാറ്റ redundancy and inconsistency which are common in traditional file processing system. Traditional file processing സിസ്റ്റത്തിലുള്ള ഡാറ്റ റിഡൻഡൻസിയും ഇൻകൺസിസ്റ്റൻസിയും പോലുള്ള ഇഷ്യൂസ് ട്രഡീഷണൽ ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പം ഇവയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒന്നാണ് DBMS എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കീ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഡാറ്റ സ്റ്റോറേജ് ചെയ്യുക, ഡാറ്റ ഇൻറ്റഗ്രിറ്റി അഥവാ സമഗ്രത, ഡാറ്റ സെക്യൂരിറ്റി, ഡാറ്റ റിട്രീവൽ, ബാക്കപ്പ് ആൻഡ് റിക്കവറി. ഇത്രയും കാര്യങ്ങൾ ആണ് അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് അതായത് ഇതിൻ്റെ DBMSൻ്റെ. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കൊടുക്കുക. ബിസിനസ്സിൽ DBMS കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്, DBMS എ ക്രൂഷ്യൽ ഫോർ ബിസിനസ് ടു ഹാൻഡിൽ ലാർജ് വോളിയം ഓഫ് ഡാറ്റ എഫക്റ്റീവ്ലി. DBMS ഒരു ബിസിനസ്സിൽ അത്യാവശ്യമാണ്. ഇതിന് ലാർജ് ആയിട്ടുള്ള വളരെയധികം സങ്കീർണമായിട്ടുള്ള ഡാറ്റാസൊക്കെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ DBMS സോഫ്റ്റ്വെയർ അത്യാവശ്യമാണ്. ഇറ്റ് എനേബിൾ ബിസിനസ് ടു മേക്ക് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസ്, മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി ആൻഡ് എൻഷുർ ഡാറ്റ സെക്യൂർലി ആൻഡ് ഇൻറ്റഗ്രിറ്റി വിച്ച് എസെൻഷ്യൽ ഫോർ ഓപ്പറേഷൻ കംപ്ലയിൻസ്. അപ്പം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഡാറ്റാസ്, ലാർജ് ടൈപ്പ് ഡാറ്റാസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിന് DBMS അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ എഴുതിയേക്കുക. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ BIS. BIS എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ദാറ്റ് ഇസ് സ്പെസിഫിക്കലി ഡിസൈൻ ടു മാനേജ് ബിസിനസ് ഡാറ്റ ആൻഡ് അസിസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് വിത്തിൻ ഓർഗനൈസേഷൻ. ഇത് സ്പെസിഫിക്കായി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബിസിനസ് ഡാറ്റാസ് എന്താണ് മാനേജ് ചെയ്യുന്നതിൽ അസിസ്റ്റ് ചെയ്യുകയും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അതിനെ ഓർഗനൈസേഷനിലെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അതിനെ ഹെൽപ്പ് ചെയ്യുക എന്നതിന് വേണ്ടിയുള്ളതാണ് BIS എന്ന് പറയുന്നത്. ബിസിനസ് ഡാറ്റാസ് മാനേജ് ചെയ്യുക, അതുപോലെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അതിനെ ഹെൽപ്പ് ചെയ്യുക. ഇതിനു വേണ്ടിയുള്ളതാണ് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം. വിത്തിൻ ആൻ ഓർഗനൈസേഷൻ BIS എൻകോമ്പസസ് സിസ്റ്റം ലൈക്ക് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, MIS ആൻഡ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഈ BISൽ തന്നെ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റമായിട്ടുള്ള MISഉം അതുപോലെ DSSഉം അടങ്ങിയതാണ് BIS എന്ന് പറയുന്നത്. ആൻഡ് മോർ ടു കളക്ട്, പ്രോസസ് ആൻഡ് അനലൈസ് ഡാറ്റ ദാറ്റ് ക്യാൻ ഇംപ്രൂവ് ബിസിനസ് എഫിഷ്യൻസി. ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ ഡാറ്റാസ് കളക്ട് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നിവയൊക്കെ അടങ്ങിയതാണ് BIS എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കീ കോമ്പോണൻസ് ഡാറ്റ കളക്ഷനാണ്, ഡാറ്റ പ്രോസസ്സിംഗ് ആണ്, റിപ്പോർട്ടിംഗ് ആൻഡ് അനലൈസിംഗ്. ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് BIS പ്ലേ ക്രിട്ടിക്കൽ റോൾ ഇൻ പ്രൊവൈഡിങ് നെസസറി ഇൻഫർമേഷൻ ഫോർ ദ മാനേജേഴ്സ് ടു മേക്ക് ഡിസിഷൻ. അപ്പം ഒരു ബിസിനസ് സംബന്ധിച്ചിടത്തോളം BIS എന്ത് ചെയ്യുന്നു? വളരെ പ്രധാനപ്പെട്ട റോളാണ് നിർവഹിക്കുന്നത്. അത് മാനേജേഴ്സിന് അവർക്ക് എഫക്റ്റീവായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് BIS എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എഴുതി കൊടുക്കാം. അടുത്ത എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് അഥവാ ERP. ERP എന്ന് പറഞ്ഞാൽ എന്താണ്? ERP refers to integrated software system that manage and streamline core business process
such as finance, procurement, production, and customer services. ERP എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അതെന്തൊക്കെ സ്ട്രീംലൈൻ കോർ ബിസിനസ് പ്രോസസ്സുകളെ അത് മാനേജ് ചെയ്യും, സച്ച് ആസ് ഫിനാൻസ്, HR, പ്രൊക്യൂർമെൻറ്റ്, പ്രൊഡക്ഷൻ, കസ്റ്റമർ സർവീസ് പോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് ERP എന്ന് പറയുന്നത്. ERP സിസ്റ്റം ഹെൽപ്സ് ടു ഓർഗനൈസേഷൻ ട്രാക്ക് മാനേജ് റിസോഴ്സസ്. ERP സിസ്റ്റം ഓർഗനൈസേഷനെ ട്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എന്തൊക്കെ റിസോഴ്സസ് മാനേജ് ചെയ്യുന്ന ട്രാക്ക് ചെയ്യാനും മാനേജ് ചെയ്യാൻ എന്തൊക്കെ നമ്മൾ ബിസിനസ്സിലുള്ള റിസോഴ്സസുകൾ ഇൻക്ലൂഡിങ് ഹ്യൂമൻ ക്യാപിറ്റൽ, റോ മെറ്റീരിയൽസ്, ഫിനാൻഷ്യൽ അസറ്റ്സ് ഇൻ റിയൽ ടൈം, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ റിസോഴ്സസുകൾ മാനേജ് ചെയ്യാനും അതിനെ ട്രാക്ക് ചെയ്യാനും ERP സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ. ERP ഇൻറ്റഗ്രേറ്റ് വാരിയസ് ബിസിനസ് ഫങ്ഷൻസ്, ഫിനാൻസ്, HR, ഇൻവെൻട്രി എന്നീ കാര്യങ്ങൾ ERP എന്ത് ചെയ്യുന്നുണ്ട്, നോക്കി നടത്തുന്നുണ്ട്. ഇൻറ്റു എ സിംഗിൾ സിസ്റ്റം, മറ്റൊരു സിംഗിൾ സിസ്റ്റം ആയിക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ERP. അതുപോലെ സിസ്റ്റം റെഡ്യൂസിങ് ദി നീഡ് ഓഫ് മൾട്ടിപ്പിൾ സ്റ്റാൻഡ് അലോൺ സിസ്റ്റംസ്. ഒറ്റ സിസ്റ്റത്തിലേക്ക് ഇത് ഒറ്റ സിസ്റ്റമായി പ്രവർത്തിക്കുന്നു. അത് മൾട്ടിപ്പിൾ സിസ്റ്റത്തിൻ്റെ ആവശ്യം ഇവിടെ ഒഴിവാക്കുന്നു. അതുപോലെ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ERP സിസ്റ്റം ഓട്ടോമേറ്റ് റൂട്ടീൻ പ്രോസസ് സച്ച് ആസ് ഓർഡർ പ്രോസസ്സിംഗ്, ഇൻവോയ്സിംഗ് ആൻഡ് പേറോൾ, ഇംപ്രൂവിംഗ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. അപ്പം പലതരത്തിലുള്ള കുറേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നത് ഫലപ്രദമായി നടത്തുന്നതിന് ERP ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ERP സിസ്റ്റം ഓട്ടോമേറ്റ് റൂട്ടീൻ പ്രോസസ് സച്ച് ആസ് ഓർഡർ പ്രോസസ്സിംഗ്. ഏതൊക്കെ രീതി സിസ്റ്റം ERP സിസ്റ്റം കൈകാര്യം ചെയ്യുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഓർഡർ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്, ഇൻവോയ്സിങ് ഉണ്ട്, പേറോള്, ഇതൊക്കെ എന്താണ് ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നുണ്ട്. റിയൽ ടൈം ഡാറ്റ, അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ERP. ഇമ്പോർട്ടൻസ് ഇൻ ബിസിനസ്. ERP സിസ്റ്റം ഹെൽപ്പ് ബിസിനസ് ടു സ്ട്രീംലൈൻ their operations, reduce inefficiencies and improve collaboration across departments. ERP എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിനെ കുറച്ചുകൂടെ സ്റ്റിമുലേറ്റ് ചെയ്യും, അതിന് കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കിയും, ഇൻഎഫിഷ്യൻസി റെഡ്യൂസ് ചെയ്യുന്നു, ഇംപ്രൂവ് കൊളാബറേഷൻസ് അക്രോസ് ഡിപ്പാർട്ട്മെൻറ്റ്. പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള ഒരു കൊളാബറേഷൻ അവിടെ നടപ്പിലാക്കുന്നുണ്ട്. ബൈ പ്രൊവൈഡിങ് എ സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്തതോടുകൂടി ബിസിനസ് പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നു, ഏകോപിപ്പിച്ച് നടത്തുന്നു. ഇത് ERP enables better decision making, cost saving and scalability as the business grow. ബിസിനസ് വളരുന്നതിനനുസരിച്ച് ERP എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് സേവിങ് ആണ്, സ്കെയിലബിലിറ്റിയും ആണ്. അടുത്ത ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, അത് DSS യൂസ് ചെയ്യുന്നതിനാണ്. ഇറ്റ്സ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ദാറ്റ് ഹെൽപ്പ് ബിസിനസ് മാനേജേഴ്സ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ ബൈ അനലൈസിങ് ലാർജ് വോളിയം ഓഫ് ഡാറ്റ ആൻഡ് പ്രൊവൈഡിങ് അനലിറ്റിക്കൽ ടൂൾസ്. DSS എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ്. അതെന്തിന് ഹെൽപ്പ് ചെയ്യുന്നു, മാനേജേഴ്സിന് ലാർജ് ആയിട്ടുള്ള വോളിയം ഓഫ് ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന ഒന്നാണ് DSS എന്ന് പറയുന്നത്, അഥവാ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ കീ ഫീച്ചേഴ്സ് ഡാറ്റ അനലൈസ് ടൂൾസ്, പ്രൊവൈഡ്സ് അനലിറ്റിക്കൽ മോഡൽസ്, സ്റ്റിമുലേഷൻസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ടൂൾസ് ഹെൽപ്പ് ഡിസിഷൻ മേക്കേഴ്സ്. പലതരത്തിലുള്ള അനലിറ്റിക്കൽ മോഡൽസ്, വാരിയസ് അനലിറ്റിക്കൽ മോഡൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അനാലിസിസ് ടൂൾസ്, ഡാറ്റ അനലൈസ് ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ് ആണ്. അതുപോലെ ഫ്ലെക്സിബിലിറ്റി ആണ്. ഇമ്പോർട്ടൻസ് ബിസിനസ് എന്ന് പറയുന്നത് DSS എയ്ഡ്സ് ഇൻ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ബൈ പ്രൊവൈഡിങ് ഇൻസൈറ്റ് ടു കോംപ്ലക്സ് ബിസിനസ് ഇഷ്യൂസ്. DSS എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു, ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. എന്തിലൂടെ, ബൈ പ്രൊവൈഡിങ് കോംപ്ലക്സ് ബിസിനസ് ഇഷ്യൂസ്. നമ്മൾ കോംപ്ലക്സ് ബിസിനസ് ഇഷ്യൂസിലേക്ക് അതിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കുവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബെറ്റർ ചോയ്സസ് ബിസിനസ്സിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ് ആൻഡ് റെഡ്യൂസ് റിസ്ക്. അങ്ങനെ പല കാര്യങ്ങളിലും DSS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്ത മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ MIS. MIS എന്ന് പറയുന്നത് ഇസ് എ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ്സ് മാനേജേഴ്സ് വിത്ത് ഇൻഫർമേഷൻ ദേ നീഡ് ടു മേക്ക് റൂട്ടീൻ
routine decision and monitor the performance of organization. MIS എന്ന് പറഞ്ഞാൽ ഇത് ഒരു സിസ്റ്റമാണ് that provides managers with the information they needed to make routine decision and monitor performance. ഇത് എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാണ് മാനേജേഴ്സിന് അവർക്ക് റുട്ടീൻ ഡിസിഷൻസ് എടുക്കുന്നതിനും അത് പെർഫോമൻസ് ഓർഗനൈസേഷനിലെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകുന്നതാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് typically generate regular reports and summaries based on data from various departments. ഇത് പ്രധാനമായി ചെയ്യുന്ന എന്താണ്, റെഗുലർ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യുക, ഉണ്ടാക്കുക, സമ്മറൈസ് ചെയ്യുക ബേസ്ഡ് ഓൺ ഡാറ്റ ഫ്രം വാരിയസ് പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷനിലെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് നിന്ന് ഡാറ്റാസ് എടുത്ത് അത് സമ്മറൈസ് ചെയ്തിട്ട് അത് മാനേജേഴ്സിന് ഹെൽപ്പ് ചെയ്യുകയാണ്. കീ ഫീച്ചേഴ്സ് റിപ്പോർട്ട് ജനറേഷൻ, സ്ട്രക്ചേർഡ് ഡാറ്റ, ഓപ്പറേഷൻ സപ്പോർട്ട്. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ MIS ഹെൽപ്പ് ബിസിനസ് ടു മെയിൻറ്റെയിൻ കൺട്രോൾ ഓവർ day-to-day operations by providing managers with timely and accurate reports. MIS ബിസിനസ്സിൽ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു, ഡേ-ടു-ഡേ ഓപ്പറേഷൻസ് മാനേജേഴ്സിന് അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് മാനേജേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം ഡേ-ടു-ഡേ ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യാനും അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഓപ്പറേഷൻസ് നടത്താനും മാനേജേഴ്സിന് സാധിക്കുന്നു. അടുത്ത ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ അഥവാ GDPR. ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ GDPR എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റെഗുലേഷൻ ഇംപ്ലിമെൻറ്റഡ് ബൈ ദ യൂറോപ്യൻ യൂണിയൻ. ഇതൊരു റെഗുലേഷൻ യൂറോപ്യൻ യൂണിയൻ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് ടു പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽസ് പേഴ്സണൽ ഡാറ്റ ആൻഡ് എൻഷുർ ദ പ്രൈവസി റൈറ്റ് ആർ അപ്ഹെൽഡ്. ഇൻഡിവിജ്വൽസിൻ്റെ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രൈവസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി യൂറോപ്യൻ യൂണിയൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത കൊണ്ടുവന്ന ഒരു റെഗുലേഷനാണ് GDPR എന്ന് പറയുന്നത്. It establishes stringent rule for how business collect, store and process personal data. ഇതെന്ത് ചെയ്തു, ബിസിനസ് എങ്ങനെ ഡാറ്റാസ് കളക്ട് ചെയ്യും, പ്രോസസ്സ് ചെയ്യും, പേഴ്സണൽ ഡാറ്റാസ് കളക്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതിന് ഒരു റൂള് കൊണ്ടുവന്നു. കീ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ മിനിമൈസേഷൻ, റൈറ്റ് ടു ആക്സസ്, റൈറ്റ് ടു എൻഷുർ ഡാറ്റ സെക്യൂരിറ്റി. ഡാറ്റ മിനിമൈസേഷൻ എന്ന് പറഞ്ഞാൽ കളക്ട് ഓൺലി ഡാറ്റ ദാറ്റ് ഈസ് നെസസറി ഫോർ ദ സ്പെസിഫിക് പർപ്പസ്. എന്ത് കാര്യത്തിനാണോ ആവശ്യമുള്ള അതിനനുസരിച്ചുള്ള ഡാറ്റാസ് മാത്രം കളക്ട് ചെയ്യുക. റൈറ്റ് ടു ആക്സസ്, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് മാത്രമേ അതിലേക്ക് ആക്സസ് കിട്ടുള്ളൂ. അതുപോലെ റൈറ്റ് ടു ഇറഷ്യൂർ, ഇൻഡിവിജ്വൽ ക്യാൻ റിക്വസ്റ്റ് ദാറ്റ് their personal data be deleted under the certain condition. The right to be forgotten. ഡാറ്റ സെക്യൂരിറ്റി, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കീ പ്രിൻസിപ്പിൾ ഓർ കീ ഫീച്ചേഴ്സ് എന്ന് പറയാം. ഇമ്പോർട്ടൻസ് ഇൻ ബിസിനസ് GDPR ക്രൂഷ്യൽ ഫോർ ബിസിനസ് ടു എൻഷുർ കംപ്ലയൻസ് വിത്ത് പ്രൈവസി ലോസ് ആൻഡ് പ്രൊട്ടക്ട് കസ്റ്റമർ ട്രസ്റ്റ്. GDPR എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. എന്താണ് അത്, പ്രൈവസി ഉറപ്പുവരുത്താണ്. കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് നേടുന്നതിലൂടെ പ്രൈവസി ലോ അവർ എന്താണ് കൊണ്ടുവന്നതുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അതിലൂടെ കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് നമ്മൾ ഏൺ ചെയ്യണം. അടുത്ത് എക്സ്പ്ലെയിൻ ദ ഇത്രയാണ് അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതിനടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് വിത്ത് എക്സാമ്പിൾ പ്ലാസ്റ്റിക് മണി, മെയിൽ മർജ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്. പ്ലാസ്റ്റിക് മണി അഥവാ നമ്മുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അതൊക്കെയാണ്. അപ്പം പ്ലാസ്റ്റിക് മണീനെ കുറിച്ച് എഴുതുക. പ്ലാസ്റ്റിക് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു എനി ഫോം ഓഫ് പേയ്മെൻറ്റ് കാർഡ് മെയ്ഡ് ഫ്രം ദ പ്ലാസ്റ്റിക്. ഏത് രീതിയിലുള്ള പേയ്മെൻറ്റും കാർഡ് പേയ്മെൻറ്റും മെയ്ഡ് ഫ്രം പ്ലാസ്റ്റിക്കിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഏത് തരം കാർഡുകളെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്ന കാർഡുകളെയാണ് പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത്. സച്ച് ആസ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, പ്രീപെയ്ഡ് കാർഡ്സ്, ഇതൊക്കെയാണ് ഇതിലടങ്ങിയിരിക്കുന്ന ക്രെഡിറ്റ്, ഡെബിറ്റ്, പ്രീപെയ്ഡ് കാർഡ്സ്. ദീസ് കാർഡ്സ് ആർ യൂസ് ടു മേക്ക് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ആൻഡ് പ്രൊവൈഡ് കൺവീനിയൻറ്റ് ക്യാഷ്ലെസ് വേ. ഇതെന്ത് ചെയ്യുന്നു, നമുക്ക് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് നടത്താനും നമ്മളെ സൗകര്യാർത്ഥം അത് യൂസ് ചെയ്യാനും ക്യാഷ് കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു ബ്രീഫായിട്ടൊന്ന് എഴുതുക. അതിനുശേഷം ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് മണി, ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചത്. ക്രെഡിറ്റ് കാർഡ് അലോസ് യൂസേഴ്സ് ടു ബോറോ ഫണ്ട്സ് അപ് ടു സെർട്ടൻ ക്രെഡിറ്റ് ലിമിറ്റ്. ഒരു സെർട്ടൻ ക്രെഡിറ്റ് ലിമിറ്റ് അനുസരിച്ച് നമുക്ക് മണി നമുക്ക് കടമെടുക്കാൻ സാധിക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് അതിൻ്റെ എഴുതാം. എക്സാമ്പിൾ അത് വിസ, മാസ്റ്റർ കാർഡ്, അമേരിക്ക, അത് ഗവൺമെൻറ്റിൽ അത് എഴുതുക. ഡെബിറ്റ് കാർഡ് എന്താണെന്ന്, ഡെബിറ്റ് കാർഡ് ഈസ് എ ലിങ്ക്ഡ് ടു യൂസേഴ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന കാർഡാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് എഴുതുക. ATM കാർഡ്, വിസ, ഡെബിറ്റ് ആണ് എക്സാമ്പിൾ. പിന്നെ പ്രീപെയ്ഡ് കാർഡ് എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡ് കാർഡ് ആർ നോട്ട് ലിങ്ക്ഡ് ടു ദ ബാങ്ക് അക്കൗണ്ട്, ഇൻസ്റ്റെഡ് ദേ പ്രീ ലോഡഡ് വിത്ത് സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി.
ഇത് ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക്ഡ് അല്ല, പക്ഷേ ഓൾറെഡി അതിനകത്ത് പ്രീ ലോഡഡ് ആയിട്ടുള്ള സ്പെസിഫിക് മണി ഉണ്ട് ആൻഡ് യൂസേഴ്സ് ഓൺലി സ്പെൻഡ് അപ് ടു ദ എമൗണ്ട് ഓൺ ദ കാർഡ്. ദിസ് കാർഡ് ഓഫ്റ്റൺ യൂസ് ടു ബഡ്ജറ്റിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ് ഓർ ഗിഫ്റ്റിംഗ്. ഇത് യൂസ് ചെയ്തിരിക്കുന്നതിലൊക്കെയാണ് ബഡ്ജറ്റിങ്ങിനും അതുപോലെ ഓൺലൈൻ ഷോപ്പിങ്ങിനും ഗിഫ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന കാർഡാണ് പ്രീപെയ്ഡ് കാർഡ്. എക്സാമ്പിൾ പ്രീപെയ്ഡ് വിസ ഓർ മാസ്റ്റർ കാർഡ്, ഗിഫ്റ്റ് കാർഡ്സ്, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. അഡ്വാൻറ്റേജ് ഓഫ് പ്ലാസ്റ്റിക് മണി: കൺവീനിയൻ്റ് ആണ്, സെക്യൂരിറ്റി ആണ്, ഗ്ലോബൽ ആക്സെപ്റ്റൻസ് ആൻഡ് റിവാർഡ് ആൻഡ് ബെനിഫിറ്റ്സ്. എക്സാമ്പിൾസ് വേണമെങ്കിൽ എഴുതിയാൽ മതി. അപ്പം ഇത്രയൊക്കെ. ഇതിനടുത്ത് മെയിൽ മെർജ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്. മെയിൽ മെർജ് എന്താണെന്ന് ക്ലാസ് മുൻപുള്ള പാർട്ടുണ്ട്. മെയിൽ മെർജിനെ കുറിച്ചൊരു ചെറിയൊരു പാരാഗ്രാഫ് എഴുതുക. ഇറ്റ്സ് എ പവർഫുൾ ഫീച്ചേഴ്സ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് ദാറ്റ് അലോസ് യൂസേഴ്സ് ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് സച്ച് ആസ് ലെറ്റർ, ലേബൽ, envelope, etc. by merging a standard template with the data from a data source like an Excel spreadsheet or data. നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് അറിയുന്നത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതുക. മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതുക. ഇതൊരു മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ പവർഫുൾ ഓപ്ഷനാണ്, ഒരു പവർഫുൾ ഫീച്ചറാണ്. അത് യൂസേഴ്സിന് മൾട്ടിപ്പിൾ പേഴ്സണലൈസ്ഡ് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പം ഒരേ കണ്ടൻറ്റ് വെച്ച് അതിൽ ചില മാറ്റങ്ങൾ വരുത്തി ഒരുപാട് ആൾക്ക് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അറ്റ് എ ടൈം ക്രിയേറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് മൈക്രോസോഫ്റ്റ് വേർഡ് മെർജ്, മെയിൽ മെർജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതനുസരിച്ച് ഓൺ വേർഡിൽ എഴുതി വെക്കുക. ഹൗ മെയിൽ മെർജ് വേർഡ് വർക്ക്സ് ഇത്രയും ഇതിന് കിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആയിട്ട് മതി. ക്രിയേറ്റ് ദ മെയിൻ ഡോക്യുമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പോൾ എക്സൽ ഷീറ്റിൽ നമ്മൾ ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. എ ലെറ്റർ വിച്ച് പ്ലേസ് ഹോൾഡർ ഫോർ ദ റെസിപ്പിയൻസ് നെയിം, അഡ്രസ്സ്, എന്തെങ്കിലും ഇൻഫർമേഷൻസിലാക്കി ഇപ്പോൾ എംപ്ലോയീസിൻ്റെ കാര്യങ്ങളാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് നെയിം, അഡ്രസ്സ്, അതുപോലെ പൊസിഷന്, സാലറി, അങ്ങനെ കുറേ നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ അഥവാ എക്സലിൽ ഒരു ടാബിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പം മെയിൻ ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. മെയിൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ കണ്ടൻറ്റ് സെയിം ആയിരിക്കും, സെയിം ഫോർ ഓൾ. എല്ലാ റെസിപ്പിയൻസ് നമ്മൾ ആർക്കൊക്കെ ഇത് അയക്കുന്നുണ്ടോ അതിൻ്റെ കണ്ടൻറ്റ്സ് സെയിം ആയിരിക്കും. പക്ഷേ ചില ഭാഗങ്ങൾ, ചില പ്ലേസ് ഹോൾഡേഴ്സ് മാത്രം നമ്മൾ മാറ്റം വരുത്തുന്നത്. ഫോർ എക്സാമ്പിൾ ഒന്നെങ്കിൽ ആ പ്ലേസ് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് റെസിപ്പിയൻസിൻ്റെ നെയിം, അഡ്രസ്സ്, അതർ പേഴ്സണൽ ഇൻഫർമേഷൻസ്. ഈ കണ്ടൻറ്റിൽ ചില കാര്യങ്ങൾ മാത്രമേ മാറ്റം വരുത്തിയിട്ട് നമ്മൾ മൾട്ടിപ്പിൾ പലർക്കും അയക്കേണ്ട ഒരു കണ്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഒറ്റ കണ്ടൻറ്റ് അവിടെ വേണ്ടു. ഒരു മെയിൻ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുക, ഒരു ഒറിജിനൽ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുക. അതിനുശേഷം അതിൽ പ്ലേസ് ഹോൾഡർ സെലക്ട് ചെയ്യുക, എവിടെയൊക്കെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതും. അഥവാ കോൾഡ് മെർജ് ഫീൽഡ് പ്ലേസ് ഹോൾഡേഴ്സ് കോൾഡ് മെർജ് ഫീൽഡ് സെലക്ട് ചെയ്യുക, എവിടെയൊക്കെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. ഓരോരുത്തർക്കും അയക്കുമ്പോൾ ഓരോരു പേരിൽ, അപ്പം ഓരോരാളെയും പേരിൻ്റെ ഇടയ്ക്കാണ് മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ അയാളുടെ പൊസിഷന്, അയാളുടെ അഡ്രസ്സ്, ഇമെയിൽ ID, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഈ കണ്ടൻറ്റിൽ മാറ്റം വരുത്തേണ്ടു എന്നുണ്ടെങ്കിൽ അത് അവിടെയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടിക്കൽ വീഡിയോ യൂട്യൂബ് നോക്കി മനസ്സിലാക്കുക. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് മെയിൽ മെർജ്. സ്റ്റെപ്പ് 2, സെറ്റ് ദ ഡാറ്റ സോഴ്സ്. നമ്മൾ ഓൾറെഡി ഒരു ഫസ്റ്റ് ഇതായിരുന്നു ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത്. ഒരു സ്പ്രെഡ്ഷീറ്റ് നമ്മൾ ഓൾറെഡി ഒരു ഡാറ്റ സെറ്റ് ചെയ്ത് വെക്കുക, ഒരു ടേബിൾ സെറ്റ് ചെയ്ത് വെക്കുക. ലൈക്ക് ആൾക്കാരുടെ പേര്, അഡ്രസ്സ്, മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ്, അയാളുടെ സാലറിയോ പൊസിഷനോ, അങ്ങനെ ഒരുപാട് കോളങ്ങൾ ഉണ്ടാക്കി നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് അവരുടെ ഡാറ്റാസ്, പേര്, അഡ്രസ്സ്, മെയിൽ ID, പൊസിഷന്, സാലറി, കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഈ എക്സൽ ഉണ്ടാക്കിയിട്ടുള്ള ഷീറ്റാണ് നമ്മൾ മെയിൽ മെർജ് ചെയ്യാൻ വേണ്ടി വേർഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ചെയ്യുന്നത്. ലിങ്ക് ദ ഡാറ്റ സോഴ്സ് ഇൻ ദ മെയിൻ ഡോക്യുമെൻറ്റ്. ഈ ഡാറ്റ സോഴ്സ് നമ്മൾ ഉണ്ടാക്കി എക്സലിലുള്ള ഈ ഡാറ്റ സോഴ്സ് മെയിൻ ഡോക്യുമെൻ്റായിട്ട് ലിങ്ക് ചെയ്യുക. ഇൻസേർട്ട് മെർജ് ഫീൽഡ്സ്. അപ്പം ഇതിനകത്ത് ഇത്ര പേര് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മെയിൽ മെർജ് എന്ന് എഴുതുക. അതിനുശേഷം സ്റ്റെപ്സിൽ ഇങ്ങനെ ഇത് മാത്രം കൊടുത്ത് സ്റ്റെപ്പ് 1 ക്രിയേറ്റ് ദ മെയിൽ ഡോക്യുമെൻറ്റ്, സ്റ്റെപ്പ് 2 സെറ്റ് അപ്പ് ദ ഡാറ്റ സോഴ്സ്, സ്റ്റെപ്പ് 3 ലിങ്ക് ദ ഡാറ്റ സോഴ്സ് ടു ദ മെയിൻ ഡോക്യുമെൻറ്റ്, സ്റ്റെപ്പ് 4 ഇൻസേർട്ട് മെർജ് ഫീൽഡ്സ്, സ്റ്റെപ്പ് 5 കംപ്ലീറ്റ് ദ മെർജ്, സ്റ്റെപ്പ് 6 റിവ്യൂ ആൻഡ് പ്രിൻസെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ ഹെഡിങ് മാത്രം എഴുതി വെച്ചാൽ മതിയാകും.
ഇതെങ്ങനെയാണ് ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതിൻ്റെ സ്റ്റെപ്സുകൾ മാത്രമേ എഴുതി. ഇതിനകത്തുള്ള നിങ്ങൾക്കത് പറഞ്ഞ് എഴുതാൻ അറിയില്ല, ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ എഴുതണ്ട. മെയിൽ മർജിനെ കുറിച്ചൊരു പാര എഴുതിയതിന് ശേഷം അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ് മെയിൽ മർജ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിന് ഈ ഹെഡിങ്ങിലുള്ളത് മാത്രമേ ക്രിയേറ്റ് മെയിൻ ഡോക്യുമെൻറ്റ്, സെറ്റപ്പ് ഡാറ്റാ സോഴ്സ്, പിന്നെ ആരോട്ട് ലിങ്ക് ഡാറ്റാ സോഴ്സ് മെയിൻ ഡോക്യുമെൻറ്റ്, ഇൻസെർട്ട് മർജ് ഫീൽഡ്സ്, കംപ്ലീറ്റ് ദ മർജ്, റിവ്യൂ ആൻഡ് പ്രിൻറ്റ് സെൻഡ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എഴുതിയാൽ മതി. എക്സാമ്പിൾ മെയിൽ മർജ് ഇതൊന്നും വേണമെങ്കിൽ എഴുതാം. ഒരു കമ്പനി വാണ്ട്സ് ടു സെൻഡ് പേഴ്സണലൈസ്ഡ് ഇൻവിറ്റേഷൻ ലെറ്റർ ടു കസ്റ്റമർ ഫോർ ആൻ അപ്കമിങ് ഇവൻറ്റ്. Company creates a letter template in Word that include placeholder for the customer's first name, last name, address. Step 2, the company create Excel spreadsheet with a list of customers including their names, address and email address. അതിനുശേഷം എക്സലിൽ കൊണ്ടുപോയിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഒരു ഇൻഫർമേഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, നെയിം, അഡ്രസ്സ് അങ്ങനെ. സ്റ്റെപ്പ് 3, കമ്പനി ലിങ്ക്സ് ദ എക്സൽ ഫയൽ ടു വേർഡ് ഡോക്യുമെൻറ്റ്. എക്സൽ ഫയലിനെ വേർഡ് ഡോക്യുമെൻ്റായിട്ട് എന്ത് ചെയ്യുക, ലിങ്ക് ചെയ്യുക. And insert a merge field for the customer name and address except for generate individual letter for each customer. Step 5, the company prints to email the letter and each customer receive personalized invitation. Advantage, efficiency and accuracy customizations. Third one, what do you understand by IT security business? Discuss with example any 2 key IT security principle. എന്താണ് IT security principle എന്ന് ആദ്യം എഴുതുക. IT security must balance 3 essential yet sometimes contradictory principles: confidentiality, integrity and availability. എന്താണ് IT security principles ഉറപ്പുവരുത്തുകയാണ് എന്തൊക്കെ? കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി. ഇൻഫർമേഷൻസിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി ഉറപ്പുവരുത്താണ്. ദീസ് പ്രിൻസിപ്പിൾസ് സെർവ്സ് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ എസ്റ്റാബ്ലിഷ് സെക്യൂർ ഇൻഫർമേഷൻ സിസ്റ്റം. ഈ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യും, ഉറപ്പുവരുത്തുന്നു? സെക്യൂർ ഇൻഫർമേഷൻ സിസ്റ്റം, ഇൻഫർമേഷൻ സെക്യൂർ ചെയ്യുന്നതിന് ഒരു ഫൗണ്ടേഷനായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. സിസ്റ്റം ഈസ് സപ്പോർട്ട് ഫോർ ദ ഓപ്പൺ ആൻഡ് ഡൈനാമിക് ബിസിനസ്. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ സെക്യൂരിറ്റി പ്രിൻസിപ്പിൾ ഇൻ IT എന്തൊക്കെയാണ്? 2 മാത്രം പറയാനേ പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ 3 എഴുതിയിട്ടുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ, ഒതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻസ്. അപ്പം ഐഡൻറ്റിഫിക്കേഷൻ എന്താണെന്നത്, ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ് ഓഫ് വിച്ച് യൂസർ ക്ലെയിം ദർ ഐഡൻറ്റിറ്റി ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം ലൈക്ക് യൂസർ നെയിം. അതുപോലെ എന്താണെന്ന് എഴുതുക, ഐഡൻറ്റിഫിക്കേഷൻ എന്താണെന്ന് എഴുതി കൊടുക്കുക. അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ creating, updating and maintaining user profile across the access life cycle. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് ഓൺവേർഡിൽ എഴുതുക. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് വിച്ച് ബൈ യൂസർ ക്ലെയിം ദർ ഐഡൻറ്റിറ്റി ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് അവരുടെ ഐഡൻറ്റിറ്റി ക്ലെയിം ചെയ്യുന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് യൂസർ നെയിം സെറ്റ് ചെയ്യുക എന്നുള്ളത്. ദിസ് സ്റ്റെപ്പ് ഈസ് എസെൻഷ്യൽ ഫോർ ഡിറ്റർമൈനിങ് ഹൂ ദ യൂസർ ഈസ് ആൻഡ് ഫോർ ലിങ്കിങ് them to specific roles, privileges and access right within the system. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതുക. അടുത്ത ഒതൻറ്റിക്കേഷൻ. ഒതൻറ്റിക്കേഷൻ എന്താണ്? ഒതൻറ്റിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് വെരിഫൈങ് ദ ഐഡൻറ്റിറ്റി ഓഫ് യൂസർ. യൂസറിൻ്റെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യുന്നതാണ് ഒതൻറ്റിക്കേഷൻ. അതിലെന്തൊക്കെയാണ്? യൂസർ നെയിം, പാസ്വേഡ്, സ്മാർട്ട് കാർഡ്സ്, ബയോമെട്രിക് ഡാറ്റ, 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ, 2FA, അതൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതിന് എക്സാമ്പിൾ ബാങ്ക്, ATM, വെബ്സൈറ്റ്സ്, പിന്നൊക്കെ ചോദിക്കുക നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത്. ക്യാപ്ച, ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻസ് ഉണ്ട്. അടുത്ത ഓതറൈസേഷൻ. ഓതറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓതറൈസേഷൻ ഡിറ്റർമൈൻസ് വാട്ട് യൂസർ ഓർ സിസ്റ്റം ഈസ് അലൗഡ് ടു ഡു വൺസ് ദ ഐഡൻറ്റിറ്റി ഹാസ് ബീൻ ഒതൻറ്റിക്കേറ്റഡ്. വൺസ് നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഐഡൻറ്റിറ്റി തിരിച്ച് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വാട്ട് യൂസേഴ്സ് ഓർ സിസ്റ്റം ഈസ് അലൗഡ് ടു ഡു. ഓതറൈസേഷൻ ഡിറ്റർമൈൻ ചെയ്യാണ് യൂസർ ഓർ സിസ്റ്റം. യൂസറിനും സിസ്റ്റത്തിന് allowed to do once the identity has been authorized. എന്താണ് അവരെ ചെയ്യാൻ സമ്മതിക്കേണ്ടത് എന്നുള്ളത് ഓതറൈസേഷനിലാണ് തീരുമാനിക്കപ്പെടുന്നത്. ഇറ്റ്സ് ദ പ്രോസസ് ബൈ വിച്ച് ആൻ authenticated user is granted or denied access to specific resources. സ്പെസിഫിക് റിസോഴ്സസിലേക്ക് ഒരു യൂസറിനെ ഗ്രാൻറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഡിനൈ ചെയ്യണോ അവർക്ക് അവിടത്തേക്കുള്ള ആക്സസ് എന്ന് തീരുമാനിക്കുന്ന ഓതറൈസേഷനാണ്. എക്സാമ്പിൾ, ചില പ്രത്യേകം ഫയലുകളിലോ ആപ്ലിക്കേഷനിലോ സർവീസസിലോ അവർക്കതിലേക്ക് ആക്സസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്ന ഓതറൈസേഷനാണ്. അപ്പം ഇതൊക്കെയാണ് ഓതറൈസേഷന്. ടു സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട്: ഒതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ.
അപ്പം ഇത്രയൊക്കെയാണ് ഇതിനകത്ത് എഴുതേണ്ടത്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ എക്സാമ്പിൾ ദ അഡ്വാൻറ്റേജ് ഓഫ് ഫോളോയിങ് ഫീച്ചേഴ്സ്. മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ സെൽ കമൻറ്റ്, അബ്സല്യൂട്ട് സെൽ റെഫറൻസ്. ഇപ്പം ഈ രണ്ടിനെ കുറിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ എക്സാമ്പിൾ കൊടുക്കുക, അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുക. സെൽ കമൻറ്റ് എന്നാൽ സെൽ റെഫറൻസ്, അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം സെൽ കമൻറ്റ് ഇൻ മൈക്രോസോഫ്റ്റ് എക്സലിൽ മൈക്രോസോഫ്റ്റ് എക്സലിലുള്ള സെൽ കമൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, allow users to add notes on annotation to the cell for the clarification or additional information without changing the cell's content. സെൽസിൻ്റെ കണ്ടൻറ്റ് മാറ്റം വരുത്താതെ തന്നെ യൂസേഴ്സിന് അവർക്ക് അതിൽ നോട്ട്സോ അല്ലെങ്കിൽ അനോട്ടേഷൻസോ ആഡ് ചെയ്യുന്നതിനെയാണ് സെൽ കമൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനാണ് ഒരു ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഇൻഫർമേഷനോ വേണ്ടിയാണ് സെൽ കമൻറ്റ്സ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജ്, ക്ലാരിഫിക്കേഷൻ കിട്ടുന്നു. പ്രൊവൈഡ് അഡീഷണൽ കോണ്ടെക്സ്റ്റ് ഫോർ കോംപ്ലക്സ് ഡാറ്റ. എക്സാമ്പിൾ, എക്സ്പ്ലെയിൻ ഹൗ വാല്യൂ കാൽക്കുലേറ്റ്. എക്സാമ്പിൾ, ദിസ് ഈസ് ബേസ്ഡ് ഓൺ 10% ഇൻക്രീസ്. നമ്മൾ ഈ സെല്ലിലുള്ള ഡാറ്റ കണ്ടൻറ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ക്ലാരിഫിക്കേഷൻ, നമുക്ക് വീണ്ടും എടുത്ത് നോക്കുമ്പോൾ ഡൗട്ട് വരാതിരിക്കും, ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് സെൽ കമൻറ്റ് ചെയ്യുന്നത്. കൊളാബറേഷൻ, ട്രാക്കിംഗ് ചേഞ്ചസ്, ഇൻസ്ട്രക്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഹൗ ടു ആഡ് റൈറ്റ് ക്ലിക്ക് എസ് സെൽ, എങ്ങനെ നമുക്കത് ആഡ് ചെയ്യാം. സെല്ലിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഇൻസേർട്ട് കമൻറ്റ് ഓർ ന്യൂ കമൻറ്റ് ആൻഡ് ടൈപ്പ് യുവർ നോട്ട്. സെല്ലിൽ കൊണ്ടുപോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഇൻസേർട്ട് കമൻറ്റ് അല്ലെങ്കിൽ ന്യൂ കമൻറ്റ്, എന്നിട്ട് നമ്മൾ നോട്ട്സ് ടൈപ്പ് ചെയ്യാം. അടുത്തത് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ. ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞ എക്സാമ്പിൾ, logs a cell reference in a formula, meaning it doesn't change when the formula is copied to the other cell. ഈ സെൽ റെഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, മീനിങ് ഇറ്റ് ഡസൻറ്റ് ചേഞ്ച് വെൻ ദ ഫോർമുല ഈസ് കോപ്പി ടു അതർ സെൽ. ഒരു സെല്ലിലുള്ള ഫോർമുല നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാലും ആ സെല്ലിലുള്ള ഫോർമുലയിൽ എന്താണ് മാറ്റങ്ങളൊന്നും വരാതിരിക്കും. അതിലേക്ക് മറ്റ് സെല്ലുകളിലേക്ക് നമ്മൾ ഫോർമുല കോപ്പി ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എവിടെ നിന്നാണോ കോപ്പി ചെയ്ത് ആ സെല്ലിലുള്ള ഫോർമുലയിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ലോക്ക് എ സെൽ റെഫറൻസിൻ്റെ ഫോർമുല. ഒരു സെല്ലിനെ ലോക്ക് ചെയ്യുക, അതിൻ്റെ ലോക്ക് എ സെൽ റെഫറൻസിൻ്റെ ഫോർമുല. അഡ്വാൻറ്റേജസ്, കൺസിസ്റ്റൻസി ആണ്. കീപ് സെൽ റെഫറൻസ് ഫിക്സ്ഡ് വെൻ ഫോർമുല ആർ കോപ്പിഡ്. ഫോർമുല കോപ്പി ചെയ്തതിനാലും നമ്മളവിടെ ചെയ്തിട്ടുള്ള ഫോർമുല കോപ്പി ചെയ്തതിനാലും അതിൻ്റെ സെൽ റെഫറൻസ് അവിടെ തന്നെ ഉണ്ടാവുന്നത്, മാറ്റങ്ങളൊന്നും വരുന്നില്ല. യൂസിങ് ഈ ഒരു കമാൻഡാണെന്ന് തോന്നുന്നു, $B$1 ഫോർ ഫിക്സ്ഡ് ടാക്സ് റേറ്റ് ഇൻ മൾട്ടിപ്പിൾ കാൽക്കുലേഷൻ, ഫിക്സ്ഡ് വാല്യൂ, എഫിഷ്യൻറ്റ് കാൽക്കുലേഷൻ, പ്രിവെൻറ്റ് എറേഴ്സ്. അപ്പം അതിനെക്കുറിച്ച് അതിൻ്റെ എന്താണ് ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര എഴുതുക, ലോക്ക് സെൽ റെഫറൻസ് ഇൻ എ ഫോർമുല, ഇത്ര ഇറ്റ് ഡസൻറ്റ് ചേഞ്ച് വെൻ ദ ഫോർമുല ഈസ് കോപ്പിഡ്. ഫോർമുല കോപ്പി ചെയ്ത് കഴിഞ്ഞാലും ആ സെല്ലിലുള്ള സെല്ലിന് ഒരു മാറ്റം വരുത്താതെ അത് നിർത്തുന്നു, അതിന് ലോക്ക് ചെയ്ത് വെക്കുന്നു, സെൽ റെഫറൻസ് ലോക്ക് ചെയ്യുന്നു. എക്സാമ്പിൾ, ഫോർ സെയിൽ ഇൻ A2 is a fixed tax rate. The formula A2 into 1 plus calculate the price including tax and the staying consideration. ഇത് ഇത്ര എഴുതേണ്ടി വരുമെന്ന് വെച്ചാൽ ഇത് പ്രാക്ടിക്കൽ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ ഇത്ര എഴുതിയാൽ മതിയാവുമല്ലോ. എന്താണ് സെൽ റെഫറൻസ് എന്നതിനെ കുറിച്ചൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ എഴുതി കൊടുത്താൽ മാത്രം മതിയാവും. അടുത്ത സെൽ കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ക്ലാരിറ്റി ആൻഡ് കൊളാബറേഷൻ ബൈ ആഡിങ് നോട്ട്സ്. നമ്മുടെ സെൽ കമൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും കൊളാബറേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊക്കെയാണ്. ബൈ ആഡിങ് നോട്ട്സ് ടു സെല്ലിൽ നോട്ട്സ് ആഡ് ചെയ്തുകൊണ്ട് ക്ലാരിറ്റിയും കൊളാബറേഷനും ഇമ്പ്രൂവ് ചെയ്യുന്നതിനാണ് സെൽ കമൻറ്റ്സ് എന്ന് പറയുന്നത്. ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണ് ലോക്ക് സെൽ റെഫറൻസ് ഇൻ ഫോർമുല, എൻഷുറിങ് കൺസിസ്റ്റൻസി ഇൻ വെൻ ഫോർമുല ആർ കോപ്പീഡ്. ഇവിടെ ലോക്ക് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഫോർമുലയിൽ ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ സെൽ റെഫറൻസ് ഇൻ ഫോർമുല ലോക്ക് ചെയ്യാണ്,
എൻഷുറിങ് കൺസിസ്റ്റൻസി ഉറപ്പുവരുത്തി ഇവൻ ഫോർമുല കോപ്പി ചെയ്ത് കഴിഞ്ഞാലും അതിലുള്ള അതിൻ്റെ കൺസിസ്റ്റൻസി അതിൻ്റെ ഫോർമുല കൺസിസ്റ്റൻസി ഉറപ്പുവരുത്താണ്. കമന്റ് ഓൺ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഫയർവാൾ ഇൻ വിർച്വൽ പ്രൊട്ടക്ഷൻ വേൾഡ് ഗൂഗിൾ ഓഫീസ് സ്മൂത്ത്നെസ് ഇൻ ബിസിനസ് ഫങ്ഷൻസ്. ഫയർവാൾ എന്താണെന്ന് പറയാം, എഴുതി കൊടുക്കുക. ആക്ട് എസ് എ വിർച്വൽ ബാരിയർ ബിറ്റ്വീൻ നെറ്റ്വർക്ക് ആൻഡ് എക്സ്റ്റേണൽ ത്രെഡ്സ്. ഫയർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിർച്വൽ ബാരിയറായിട്ട് ഒരു നെറ്റ്വർക്കും അതുപോലെ എക്സ്റ്റേണൽ ത്രെഡ്സിൻ്റെ ഇടയിൽ ഒരു വിർച്വൽ ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നാണ് ഫയർവാൾ. ഇറ്റ് മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾ ദ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക് ബേസ്ഡ് ഓൺ പ്രീഡിറ്റർമൈൻഡ് സെക്യൂരിറ്റി റൂൾസ്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റി റൂൾസ് വെച്ചിട്ട് അത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക്സ് ട്രാഫിക്സിനെ അത് കൺട്രോൾ ചെയ്യും മോണിറ്റർ ചെയ്യും ചെയ്യുന്നു. അപ്പം ഫയർവാൾ എന്നൊരു വിർച്വൽ ബാരിയറാണ്, ഒരു വിർച്വൽ ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നാണ് ഫയർവാൾ എന്ന് പറയുന്നത്. ബിറ്റ്വീൻ എന്താണ് നെറ്റ്വർക്ക് ആൻഡ് എക്സ്റ്റേണൽ ത്രെഡ്സ്. നെറ്റ്വർക്കും എക്സ്റ്റേണൽ ത്രെഡ്സിൻ്റെ ഇടയിൽ വിർച്വൽ ബാരിയറായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഫയർവാൾ എന്ന് പറയുന്നത്. ഒരു ശത്രുക്കളെ തടയുന്നതിന് വേണ്ടി ഒരു തടസ്സമായിട്ട് ഇവിടെ ആക്ട് ചെയ്യും. ആൻഡ് ഫങ്ഷൻസ് പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് യൂസേഴ്സ് ഫ്രം ആക്സസിങ് ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക്സ്. ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക്സ് അൺഓതറൈസ്ഡ് യൂസേഴ്സ് ആക്സസ് ചെയ്യുന്നതും പ്രിവെൻറ്റ് ചെയ്യുന്നു. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സൊഫിസ്റ്റിക്കേറ്റഡ് ഹാക്കേഴ്സ് മീ ബൈപാസ് ഫയർവാൾ യൂസിങ് അഡ്വാൻസ് ടെക്നിക്സ്. ഇതിൻ്റെ ലിമിറ്റേഷൻസ് അഥവാ ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ വെൽ ആയിട്ടുള്ള കുറച്ചുകൂടെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഹാക്കേഴ്സിന് ഈ ഫയർവാളൊക്കെ മറികടക്കാൻ സാധിക്കും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയ ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് ലിമിറ്റേഷൻ. effectiveness still effective against less sophisticated attacks and unauthorized network. less sophisticated attacks ഒന്നും unauthorized network access ഒന്നും ഇത് ഇപ്പോഴും നിലവിൽ എഫക്റ്റീവാണ് ഫയർവാൾ എന്ന് പറയുന്നത്. അടുത്തത് ബി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്. ഗൂഗിൾ ഓഫീസ് സ്യൂട്ട് സ്മൂത്ത്നെസ് ബിസിനസ് ഫങ്ഷൻ സ്മൂത്ത് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ഓഫീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. The suite provides several features that enhance business productivity and streamline operations. ഗൂഗിൾ ഓഫീസ് നമ്മൾ ബിസിനസ്സിനെ ഒരുപാട് രീതിയിൽ അതിന് പല ഫീച്ചേഴ്സുകളും ബിസിനസ്സിനെ മെച്ചപ്പെടുത്തുന്നുണ്ട് പല രീതിയിൽ. അപ്പം എന്തൊക്കെയാണ് റിയൽ ടൈം കൊളാബറേഷൻ, എന്തൊക്കെയാണ് നമ്മളെ ഗൂഗിളിൻ്റെ ഓഫീസിൽ എന്തൊക്കെയുണ്ട്, ഗൂഗിൾ ടോക്സ് ഉണ്ട്, ഷീറ്റ്സ് ഉണ്ട്, സ്ലൈഡ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ യൂസേഴ്സ് അതുമാത്രമല്ല മൾട്ടിപ്പിൾ യൂസേഴ്സിന് അറ്റ് എ ടൈം വർക്ക് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൺ ദ സെയിം ഡോക്യുമെൻറ്റ് സൈമിൾട്ടേനിയസ്ലി ഒരേ ഡോക്യുമെൻറ്റിൽ മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഒരുമിച്ച് തന്നെ അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ഓഫീസിലുള്ള ഈ ഗൂഗിൾ ടോക്സ്, ഷീറ്റ്സ്, സ്ലൈഡ്സ് മുതലായവ നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ദിസ് എലിമിനേറ്റ് നീഡ് ഫോർ വേർഷൻ കൺട്രോൾ ആൻഡ് എൻഹാൻസ് ടീം വർക്ക് ആസ് ചേഞ്ചസ് ആർ instantly visible to all collaborators. ക്ലൗഡ് ബേസ്ഡ് ആക്സസിബിലിറ്റി ആണ്. നമുക്ക് ഗൂഗിളിൻ്റെ നമ്മുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റാസ് എനി ടൈം എവിടെ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ക്ലൗഡ് ബേസ്ഡ് ആക്സസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഫയൽസൊക്കെ എനി ടൈം എനി ലൊക്കേഷൻ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസോടു കൂടി നമുക്ക് നമ്മുടെ ഫയലിലേക്ക് ആക്സസ് കിട്ടുന്നു. Seamless integration. Google tools are integrated with other Google services such as Gmail, Google Drive, Google Meet and Google Calendar. This integration creates cohesive ecosystem. ഗൂഗിളിൻ്റെ മറ്റ് ഗൂഗിളിൻ്റെ ടൂൾസ് ആർ ഇൻ്റഗ്രേറ്റഡ്. മറ്റു പല മേഖലകളുമായിട്ട് ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഗൂഗിളിൻ്റെ പല ടൂൾസുകളും. അഥവാ മറ്റ് ടൂൾസുകൾ ഏതൊക്കെയാണ്, മറ്റ് ഗൂഗിൾ സർവീസസ് എന്തൊക്കെയാണ്, ജിമെയിൽ ഉണ്ട്, ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ കാലണ്ടർ മുതലായവയൊക്കെ ഒരുമിച്ച് നിന്ന് അത് ഇൻ്റഗ്രേഷൻ നടക്കുന്നുണ്ട്. കോസ്റ്റ് എഫക്റ്റീവാണ്, വേർഷൻ കൺട്രോളാണ്, സെക്യൂരിറ്റി ആൻഡ് ഡാറ്റ മാനേജ്മെൻ്റ് ആണ്, ഈസി ഓഫ് യൂസ്. അപ്പം ഇത്രയും കാര്യങ്ങളിൽ ബിസിനസ്സിൻ്റെ ഗൂഗിൾ ഓഫീസ് ബിസിനസ് ഫങ്ഷൻ സ്മൂത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ അവിടെ എഴുതി വെക്കാം. At the 7, write short notes of any four of the following. Cloud computing, sole proprietorship, artificial intelligence, animation, RTGS. Cloud computing എന്ന് പറഞ്ഞാൽ എന്താണ്? Cloud computing refers to the delivery of computing service such as
storage, processing power, and software application over the internet rather than through the local server or personal computer. നമ്മൾ through the internet നമ്മൾക്ക് എന്താണ് delivering of computing സർവീസസുകൾ ടു ദ ഇൻ്റർനെറ്റ് നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ്. സച്ച് ആസ് എന്തൊക്കെ സ്റ്റോറേജ്, പ്രോസസ്സിംഗ് പവർ, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് മുതലായവ കമ്പ്യൂട്ടിംഗ് സർവീസസ് ഇൻ്റർനെറ്റ് വഴി ഡെലിവറി ചെയ്യുന്നതിനാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഏത് വഴി, സോഫ്റ്റ്വെയർ ആയിട്ടോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴിയായിട്ടോ ഇൻ്റർനെറ്റ് വഴി നമുക്കത് കിട്ടുന്നു. rather than through local services or personal കമ്പ്യൂട്ടേഴ്സിനോ ലോക്കൽ സെർവറിനേക്കാളും നമുക്ക് ഇൻ്റർനെറ്റ് വഴി ഇതൊക്കെ ലഭ്യമാണ്. ദിസ് അലോസ് ബിസിനസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ടു ആക്സസ് ഡാറ്റ ആൻഡ് ആപ്ലിക്കേഷൻ റിമോട്ട്ലി. ഇത് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? ക്ലൗഡ് കമ്പ്യൂട്ടിങ് ബിസിനസ്സിന് അതുപോലെ ഇൻഡിവിജ്വൽസിനും അവരുടെ ഡാറ്റയിലും ആപ്ലിക്കേഷനിലും എവിടെ ഇരുന്നു, റിമോട്ട്ലി എന്ന് പറഞ്ഞാൽ ഫ്രം എനിവോ, ഏത് ഡിവൈസിൽ നിന്നും ഗ്ലോബലി എവിടെ നിന്നിരുന്നു കൊണ്ടും നമുക്കതിലേക്ക് ആക്സസ് ലഭിക്കുന്നു ഇൻ്റർനെറ്റ് കണക്ഷനോടുകൂടി. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഫ്ലെക്സിബിലിറ്റിയാണ്, സ്കെയിലബിലിറ്റിയാണ്, കോസ്റ്റ് എഫക്റ്റീവാണ്. ഇത് എന്ത് റെഡ്യൂസ് ചെയ്യുന്ന നീഡ് ഓഫ് ഫിസിക്കൽ ഹാർഡ്വെയറിൻ്റെ ആവശ്യം ഇത് എലിമിനേറ്റ് ചെയ്യാണ്. ഇതിൻ്റെ പോപ്പുലർ ക്ലൗഡ് പ്രൊവൈഡർ ആരൊക്കെയാണ്? ആമസോൺ വെബ് സർവീസസ്, AWS, മൈക്രോസോഫ്റ്റ് അസൂർ ആൻഡ് ഗൂഗിൾ ക്ലൗഡ്. ഇതൊക്കെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് എക്സാമ്പിൾസ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നമ്മൾക്കറിയാം. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ബിസിനസ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ. ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ഒരു വ്യക്തി തന്നെ നടത്തുകയും സ്വന്തമാക്കുകയും നടത്തുകയും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരൊറ്റ വ്യക്തി അതിനെ ഓപ്പറേറ്റ് ചെയ്യും, റൺ ചെയ്യും, അതിനെ ഓൺ ചെയ്യുകയും ചെയ്തിരിക്കുന്ന ബിസിനസ്സിനാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. നമുക്കിത് അറിയാവുന്നതാണ്, ജസ്റ്റ് എഴുതി വെക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിമിക് ചെയ്യുന്ന ഹ്യൂമൻ ഇൻ്റലിജൻസിനെ മിമിക് ചെയ്യുന്ന ഒന്നാണ് AI. ഇറ്റ്സ് എ സിമുലേഷൻ ഓഫ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ഇൻ എ മെഷീൻസ് ദാറ്റ് ആർ പ്രോഗ്രാംഡ് ടു തിങ്ക്, ലേൺ ആൻഡ് മേക്ക് ഡിസിഷൻസ്. ഇത് ഹ്യൂമൻ ഇൻ്റലിജൻസിന് മിമിക് ചെയ്തുകൊണ്ട് മെഷീൻ പ്രോഗ്രാംഡ് ആണ്. അത് തിങ്ക് ചെയ്യുക, ലേൺ ചെയ്യുക, മേക്ക് ഡിസിഷൻസ് എന്നിവ ഇതിലൂടെ നടപ്പാക്കുന്നു. AI can process vast amount of data, recognize patterns and improve over time through the machine learning algorithms. മെഷീൻ ലേണിംഗ് അൽഗോരിതം വെച്ചിട്ട് അവർക്ക് ലാർജ് ടൈപ്പ് ഓഫ് ഡാറ്റാസ് പ്രോസസ്സ് ചെയ്യാനും റെക്കഗ്നൈസ് പാറ്റേൺസ്, ഇംപ്രൂവ് അവർ മെഷീൻ ലേണിംഗ് അൽഗോരിതം. AI applications range from voice assistants like Siri and Alexa to autonomous vehicle and personalized recommendations on platform like Netflix and Amazon. AI നമ്മൾ വോയിസ് അസിസ്റ്റൻസ് ആയിട്ടുള്ള സിറി മുതൽ വെഹിക്കിൾസിലും ടെസ്ല പോലുള്ളത് AI വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ പലതരത്തിലുള്ള AI പ്രൊഡക്റ്റുകൾ നമുക്ക് ലഭ്യമാണ് മാർക്കറ്റിൽ. AI revolution industries by automating tasks, improving efficiency and enabling new capabilities, but it also raises ethical concern regarding job replacement and decision making transparency. AI വന്നതോടുകൂടി ഒരു ബിസിനസ്സിൻ്റെ എല്ലാ പ്രോസസ്സുകളും എഫക്റ്റീവായിട്ടും അതുപോലെ ഓട്ടോമാറ്റിക് ആയിട്ടും ടാസ്കുകൾ നിർവഹിക്കുന്നത് പോലെ ഇത് അതിൻ്റെ എഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചു. പലതരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ബിസിനസ്സിൽ വന്നിട്ടുണ്ട്. ആനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് മൂവിങ് ഇമേജസ് ഫ്രം സ്റ്റാറ്റിക് ഇമേജ് ഓർ ഇല്ലുസ്ട്രേഷൻസ്. ആനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് മൂവിങ് ഇമേജസ് ഫ്രം സ്റ്റാറ്റിക് ഇമേജസ് ഓർ ഇല്ലുസ്ട്രേഷൻ. സ്റ്റാറ്റിക് ഇമേജസ് എന്നുള്ള ഇല്ലുസ്ട്രേഷൻ എന്നുള്ള ഇമേജസിനെയാണ് മൂവ് ചെയ്യിപ്പിക്കുന്നതാണ്. ക്രിയേറ്റിംഗ് മൂവിങ് ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ആനിമേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ് സീക്വൻസ് ഓഫ് ഇമേജസ് ഈച്ച് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദ പ്രീവിയസ് വൺ വിച്ച് ദെൻ പ്ലേഡ് in a rapid succession give the illusion of movement. Animation can be done using traditional hand-drawn techniques, computer generated imagery, CGI or stop motion techniques. അപ്പം അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നത് ആനിമേഷനെ കുറിച്ച് എഴുതാം. അടുത്ത RTG, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. RTG is a system used for real time settlement of large value in financial transaction. ലാർജ് വാല്യൂ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ സെറ്റിൽമെൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റം ആണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് RTGS അഥവാ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്നുള്ളത്. അതിനെക്കുറിച്ച് എഴുതുക. അടുത്ത ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ദ ഫോളോയിങ്.
മെയിൻ ഫ്രെയിം ആൻഡ് സൂപ്പർ കമ്പ്യൂട്ടർ, ഫയൽ മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്. മെയിൻ ഫ്രെയിം ആൻഡ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആർ ബോത്ത് പവർഫുൾ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം. രണ്ടും പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. ബട്ട് ദേ ഡിഫറെൻറ്റ് ഇൻ ടേംസ് ഓഫ് ദെയർ ഡിസൈൻ. അവരുടെ ഡിസൈൻസിൽ അത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. പർപ്പസും യൂസേജിനും ഡിസൈനിലും അത് രണ്ടും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അപ്പം എന്തൊക്കെയാണ് definition? The mainframe computers. The mainframe is a large powerful computer used to process and manage a large volume of data and handle multiple tasks simultaneously. Mainframe computers എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലാർജ് ആൻഡ് പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് ആണ്. അത് വലിയ തരത്തിലുള്ള ലാർജ് വോളിയത്തിലുള്ള ഡാറ്റാസ് പ്രോസസ്സ് ചെയ്യുന്നതിന് ഹാൻഡിൽ ചെയ്യുന്ന മൾട്ടിപ്പിൾ ടാസ്ക് ഒരുമിച്ച് തന്നെ പെർഫോം ചെയ്യുന്നതിനൊക്കെ ഉള്ളതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഈസ് ആൻ എക്സ്ട്രീംലി പവർഫുൾ കമ്പ്യൂട്ടർ ഡിസൈൻ ടു പെർഫോം കോംപ്ലക്സ് computation and process vast amount of data at extremely high speed. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി പവർഫുൾ ആണ്. ഡിസൈൻ ചെയ്തിരിക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള വളരെയധികം കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ പെർഫോം ചെയ്യുന്നതിനും ആൻഡ് പ്രോസസ് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ അറ്റ് എക്സ്ട്രീംലി ഹൈ സ്പീഡ്. പെട്ടെന്ന് തന്നെ നമുക്ക് പലതരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്നതിന് കമ്പ്യൂട്ടേഷനും പ്രോസസ്സ് ചെയ്യുന്നതിനൊക്കെ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് സൂപ്പർ കമ്പ്യൂട്ടർ. പർപ്പസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ബിസിനസ്, സയൻറ്റിഫിക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ദാറ്റ് റിക്വയർ ലാർജ് സ്കെയിൽ ഡാറ്റ പ്രോസസ്സിംഗ്, ബാങ്കിങ്, ഇൻഷുറൻസ്. ലാർജ് സ്കെയിൽ ഡാറ്റ പ്രോസസ്സിംഗ് ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ അഥവാ ബിസിനസ്, സയൻറ്റിഫിക്, ഇൻഡസ്ട്രീസ് അതൊക്കെയാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്. ലൈക്ക് ബാങ്കിങ്, ഇൻഷുറൻസ്, ലാർജ് സ്കെയിൽ ട്രാൻസാക്ഷൻസ് പ്രോസസ്സിങ്ങിന്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് അതിന് ഉപയോഗിക്കുന്നതോ പ്രൈമറി യൂസ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ചിനും വെതർ ഫോർകാസ്റ്റിങ്ങിനും ക്രിപ്റ്റോഗ്രാഫി മുതലായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സൂപ്പർ കമ്പ്യൂട്ടർ. പ്രോസസ്സിംഗ് പവർ, പെർഫോമൻസ്, സൈസ്, എക്സാമ്പിൾ, കോസ്റ്റ് ഒക്കെ ഇതിനകത്ത് ഉണ്ട്. ജസ്റ്റ് വായിച്ചു പോയാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. അടുത്ത് മെയിൻ ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ റിലയബിലിറ്റി ആൻഡ് ഹാൻഡിലിംഗ് ലാർജ് വോളിയം ഓഫ് ഡാറ്റ ഫോർ enterprise level application, while supercomputers focus on processing speed and solving extreme complex scientific and engineering problem. മെയിൻ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ റിലയബിലിറ്റി, അതിന് നമുക്ക് നല്ലുള്ള റിലയബിലിറ്റിയും ഹാൻഡിലിംഗ് ലാർജ് വോളിയം ഓഫ് ഡാറ്റ അത് ഹാൻഡിൽ ചെയ്യുന്നതിനും അതുപോലെ അതിൻ്റെ റിലയബിലിറ്റി ഫോക്കസ് ചെയ്യുകയാണ്, അതിന് ഉറപ്പുവരുത്താണ്. ഫോർ എൻ്റർപ്രൈസ് ലെവൽ ആപ്ലിക്കേഷൻ, എൻ്റർപ്രൈസിന് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടിയാണ്. വൈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഫോക്കസ് ചെയ്യുന്നതിനാണ് പ്രോസസ്സിംഗ് സ്പീഡ് വർദ്ധിപ്പിച്ചുകൊണ്ട് എക്സ്ട്രീംലി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുക, ലൈക്ക് സയൻറ്റിഫിക് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉള്ളത്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് നമ്മൾ എൻ്റർപ്രൈസ് ലെവൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് മെയിൻ ഫ്രെയിംസ് ഉള്ളത്. മെയിൻ ഫ്രെയിംസ് ആർ കോസ്റ്റ് എഫക്റ്റീവ് ഫോർ ബിസിനസ് പ്രോസസ്സിംഗ്, വേറെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആർ എക്സ്പെൻസീവ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഫോർ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ടാസ്ക്. മെയിൻ ഫ്രെയിംസ് ബിസിനസ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ളതായതുകൊണ്ട് തന്നെ അതുകൊണ്ട് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. എന്നാൽ സൂപ്പർ കമ്പ്യൂട്ടർ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹൈ പെർഫോമൻസ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന തന്നെ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ആയതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. അടുത്ത ഫയൽ മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്. ഫയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആൻഡ് മെമ്മറി മാനേജ്മെൻറ്റ് ആർ 2 എസെൻഷ്യൽ ആസ്പെക്ട് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഫയൽ മാനേജ്മെൻറ്റും മെമ്മറി മാനേജ്മെൻറ്റും. ബട്ട് ദേ ഡീൽ വിത്ത് ഡിഫറെൻറ്റ് റിസോഴ്സസ്. പക്ഷെ അത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസോഴ്സസുകളാണ് അത് ഉപയോഗപ്പെടുന്നത്, ഡീൽ ചെയ്തിരിക്കുന്നത്. ഡിസ്ക് സ്റ്റോറേജ് വേഴ്സസ് റാം. ഒന്ന് ഡിസ്ക് സ്റ്റോറേജ്, മറ്റൊന്ന് റാം. Definition: File management refers to the process of organizing, storing, retrieving file in a computer system, including file creation, deletion, naming, and access control. Memory management refers to the process of managing computers' RAM, random access memory to ensure program and process have enough memory to run efficiently. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഫയൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെയും സ്റ്റോർ ചെയ്യുന്ന ഫയൽസുകൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഓർഗനൈസ് ചെയ്യുന്ന, സ്റ്റോർ ചെയ്യും, റിട്രീവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയുണ്ട്? ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, നെയിം ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ആക്സസ് കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ ഉൾപ്പെട്ടതാണ് ഫയൽ മാനേജ്മെൻറ്റ്. മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
റാമിനെ മെമ്മറി മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് മാനേജിങ് കമ്പ്യൂട്ടേഴ്സിൻ്റെ റാം അഥവാ റാൻഡം ആക്സസ് മെമ്മറിനെ മാനേജ് ചെയ്യുന്നത്, അതിനെ കമ്പ്യൂട്ടറിൻ്റെ റാമിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് എന്തോ ഉറപ്പ് വരുത്താണ് ദാറ്റ് പ്രോഗ്രാം ആൻഡ് പ്രോസസ് ഹാവ് ഇനഫ് മെമ്മറി ടു റൺ എഫക്റ്റീവ്ലി. പ്രോഗ്രാമുകളും പ്രോസസ്സുകളും റൺ ചെയ്യുന്നതിന് വേണ്ടി, കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള മെമ്മറി അതിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നു. അപ്പം അതിൻ്റെ സ്കോപ്പ് എന്താണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുക. എൻ്റെ ഫങ്ഷൻസ് ഫയൽ ക്രിയേഷൻ എന്താണ്, ഫയൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഫയൽ ക്രിയേഷൻ, റീനെയിമിംഗ്, ഡിലീഷൻ, ഫയൽ ഓർഗനൈസേഷൻ ടു ഡയറക്ടറീസ്, ആക്സസ് കൺട്രോൾ ആൻഡ് പെർമിഷൻ, ഫയൽ റിട്രീവൽ ആൻഡ് സെർച്ച്. എന്നാൽ എവിടെയോ മെമ്മറി മാനേജ്മെൻറ്റിൽ എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അലോക്കേഷൻ ഓഫ് മെമ്മറി ഫോർ റണ്ണിങ് പ്രോസസ്സ്, അതുപോലെ ട്രാക്കിംഗ് മെമ്മറി യൂസേജ്, മെമ്മറി മാപ്പിംഗ്, സ്വാപ്പിംഗ് പ്രോസസ് ബിറ്റ്വീൻ റാം ആൻഡ് ഡിസ്ക് ഇഫ് നീഡഡ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫയൽ മാനേജ്മെൻറ്റ് ഫോക്കസ് ഓൺ ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ്. ഫയൽ മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്ന ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നു, ഓർഗനൈസ് ചെയ്തിരിക്കുന്നു, അതെങ്ങനെ ആക്സസ് ചെയ്യാം, പിന്നെ ലോങ് ടേം സ്റ്റോറേജ് മീഡിയം, എക്സാമ്പിൾ ഹാർഡ് ഡ്രൈവേഴ്സ്. വൈൽ മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് അലോക്കേറ്റിംഗ് ആൻഡ് ഒപ്റ്റിമൈസിംഗ് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ടെമ്പററി വർക്കിംഗ് മെമ്മറി റാം ഫോർ ആക്റ്റീവ് പ്രോസസ്. അലോക്കേറ്റ് ചെയ്യുന്നതിനും ഒപ്റ്റിമൈസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ ടെമ്പററി വർക്കിംഗ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിനും അതുപോലെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും വേണ്ടിയുള്ളതാണ് മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. File management ensure file are organized and retrievable, while memory management ensure that system RAM is used effectively to run programs and process without conflicts. File management ഒന്ന് ഉറപ്പ് വരുത്തുകയാണ് ഫയൽസുകളൊക്കെ കൃത്യമായി ഓർഗനൈസ് ചെയ്തിരിക്കും, അത് ആവശ്യാനുസരണം റിട്രീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്നുള്ളത് ഉറപ്പ് വരുത്തുന്നു. എന്നാൽ മെമ്മറി മാനേജ്മെൻറ്റ് എന്താണ്, റാം അഥവാ റാമിൻ്റെ സിസ്റ്റത്തിലുള്ള റാം എഫക്റ്റീവായിട്ട് പ്രോഗ്രാം റൺ ചെയ്യുന്നതിനും പ്രോസസ്സുകൾ നടത്തുന്നതിനും ആവശ്യമായ രീതിയിൽ അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അത് ഉറപ്പ് വരുത്താണ് വിത്തൗട്ട് കോൺഫ്ലിക്റ്റുകളൊന്നും ഉണ്ടാകാതെ. ഇതൊക്കെയാണ് ഈ